ഹലോ ഡിയേഴ്സ്, നാച്ചുറലായിട്ടുള്ളൊരു കിടിലൻ ഹെയർ കെയർ പാക്കാണ് കേട്ടോ ഇന്നത്തെ ഈ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. വേനൽക്കാലത്ത് ചൂടിൽ നിന്നും പൊടിയിൽ നിന്നും മുടിയെ സംരക്ഷിച്ച് ഹെയർ ഗ്രോത്തിനെ സപ്പോർട്ട് ചെയ്യുന്ന നാച്ചുറൽ ഇൻഗ്രീഡിയൻസ് മാത്രമാണ് നമ്മൾ ഈ പാക്കിൽ ഉപയോഗിക്കുന്നത്. നമ്മുടെ ഈ പാക്കിലേക്ക് ആദ്യമായിട്ട് ആവശ്യമുള്ളത് ചെമ്പരത്തിയാണ്. ഒട്ടുമിക്ക എല്ലാ വീടുകളിലും ഉള്ളൊരു ചെടിയാണ് ചെമ്പരത്തി. ചെമ്പരത്തിയുടെ പൂവും ഇലയും മുടിയുടെ സംരക്ഷണത്തിന് ഒരുപോലെ ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. ചെമ്പരത്തി ഒരു നാച്ചുറൽ കണ്ടീഷണറാണ്. അതുപോലെ തന്നെ ബ്രേക്കേജസ് പ്രിവെൻറ്റ് ചെയ്യാനും മുടി സ്മൂത്ത് ആക്കാനും മുടിയുടെ വളർച്ചയ്ക്കും മുടി കൊഴിച്ചിൽ തടയാനും എല്ലാം ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് ചെമ്പരത്തി. നമ്മുടെ മുടിയുടെ വോളിയം അനുസരിച്ച് നമുക്ക് ആവശ്യമായിട്ടുള്ള ചെമ്പരത്തി പൂവും ഇലയും നമുക്ക് നമ്മുടെ ഈ പാക്കിലേക്ക് വേണ്ടിയിട്ട് പറിച്ചെടുക്കാം. രണ്ടാമതായിട്ട് ഈ പാക്കിലേക്ക് നമുക്ക് ആവശ്യമായിട്ടുള്ളത് കറ്റാർവാഴയാണ്. നാച്ചുറലായിട്ട് നമ്മുടെ മുടി സ്മൂത്ത് ആയിട്ടിരിക്കാനും മോയ്സ്ചറായിട്ടിരിക്കാനും ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ് കറ്റാർവാഴ. നമ്മുടെ മുടിയുടെ വോളിയം അനുസരിച്ച് ഈ പാക്കിലേക്ക് ആവശ്യമായിട്ടുള്ള കറ്റാർവാഴ നമുക്ക് പറിച്ചെടുക്കാം. അലോവേര കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, അതിൽ നിന്ന് യെല്ലോയിഷ് ആയിട്ടുള്ളൊരു ജെല്ല് വരും. അത് നമ്മുടെ സ്കിന്നിനാണെങ്കിലും ഹെയറിലാണെങ്കിലും അത്ര നല്ലതല്ല. അപ്പോൾ അലോവേര കട്ട് ചെയ്തതിന് ശേഷം ഇതുപോലെ ഒരു ന്യൂസ് പേപ്പറിൽ കുറച്ച് നേരം വെച്ചിരുന്നതിന് ശേഷം മാത്രം നമ്മൾ പാക്കിലേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് ഈ പാക്കിലേക്ക് നമ്മൾ ഉപയോഗിക്കുന്നത് കീഴാർനെല്ലിയാണ്. ഒരുപാട് ഔഷധ ഗുണമുള്ളൊരു ചെടിയാണ് കീഴാർനെല്ലി. നമ്മുടെ വീട്ടിലെ പറമ്പിലും മുറ്റത്തും ഒക്കെ നമുക്ക് ധാരാളമായിട്ട് കാണാൻ പറ്റുന്ന ഒന്നാണ് കീഴാർനെല്ലി. കീഴാർനെല്ലി നമ്മുടെ മുടിയുടെ വളർച്ച കൂട്ടുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും ഒരുപാട് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അടുത്തതായിട്ട് നമുക്ക് ഈ പാക്കിലേക്ക് കീഴാർനെല്ലി എടുക്കാം. അടുത്തതായിട്ട് നമ്മൾ ഈ പാക്കിലേക്ക് ഉപയോഗിക്കുന്നത് കയ്യുണ്യമാണ് കേട്ടോ. കയ്യുണ്യം നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഒന്നാണ്. അതുപോലെ തന്നെ മുടിയുടെ കട്ടി കൂട്ടുന്നതിനും മുടി കൊഴിച്ചിൽ കുറയ്ക്കുന്നതിനും ഒക്കെ കയ്യുണ്യം സഹായിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പാക്കിന് ആവശ്യമായിട്ടുള്ള കീഴാർനെല്ലി, കറ്റാർവാഴ, കയ്യുണ്ണി, ചെമ്പരത്തിയുടെ ഇല, ചെമ്പരത്തിപ്പൂവ് ഇതെല്ലാം ഇവിടെ പറിച്ച് വെച്ചിട്ടുണ്ട്. ചെമ്പരത്തിപ്പൂവ് ഒഴികെ ബാക്കിയെല്ലാം നമ്മൾ വൃത്തിയായിട്ട് കഴുകി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, എപ്പോഴാണോ നമ്മൾ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ മാത്രം ഇതൊക്കെ പറിച്ച് വെക്കുക കേട്ടോ. അലോവേര മാത്രം കുറച്ച് മുന്നേ പറിച്ച് വെക്കുക. കാരണം അതിൻ്റെ യെല്ലോയിഷ് ആയിട്ടുള്ള ജെല്ല് പോകാൻ വേണ്ടിയിട്ട് കുറച്ച് നേരം നമുക്ക് വെക്കണം. അപ്പോൾ അതുകൊണ്ടിട്ട് അലോവേര ഒഴിച്ച് ബാക്കിയെല്ലാം നമ്മൾ എപ്പോഴാണോ പാക്ക് ഉണ്ടാക്കാൻ പോകുന്നത് അതിന് തൊട്ട് മുന്നേ ആയിട്ട് മാത്രം പറിച്ച് വയ്ക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതിനുശേഷം നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇതെല്ലാം കൂടെ കൂട്ടിയിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാൻ ഈ പാക്ക് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത് കഞ്ഞിവെള്ളമാണ് കേട്ടോ. ഇത് തലേദിവസം മാറ്റി വെച്ചിട്ടുള്ള കഞ്ഞിവെള്ളമാണ്. തലേദിവസം നമ്മൾ ചോറ് വെച്ചതിന് ശേഷം കഞ്ഞിവെള്ളം ഉണ്ടാവുമല്ലോ, അത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് മാറ്റി വയ്ക്കും. അതിനുശേഷം നമ്മൾ പാക്ക് അരയ്ക്കുമ്പോൾ ഉപയോഗിക്കും. കഞ്ഞിവെള്ളത്തിന് പകരം നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒന്നാണ് ഉലുവ. ഉലുവ തലേദിവസം വെള്ളത്തിലിട്ടതിന് ശേഷം പിറ്റേ ദിവസം ആ വെള്ളം ഉപയോഗിച്ചും നമുക്ക് പാക്ക് അരയ്ക്കാവുന്നതാണ്. ഫൈനലി അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ പാക്ക്. ഇതെങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ടതെന്നും കൂടെ നമുക്ക് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കുറച്ച് ഓയിൽ എടുക്കണം. നമ്മൾ ഏത് ഹെയർ ഓയിലാണോ ഉപയോഗിക്കുന്നത് ആ ഓയിൽ എടുത്തിട്ട് കുറച്ച് നേരം ഒന്ന് മസാജ് ചെയ്യുക. ഒരു 5 to 10 മിനിറ്റ്സ് വരെ നമ്മളൊന്ന് മസാജ് ചെയ്ത് സ്കാൽപ്പിൽ നല്ലോണം തേച്ച് പിടിപ്പിച്ച് വെക്കണം. അതിനുശേഷം നമുക്ക് ഹെയർ പാക്ക് അപ്ലൈ ചെയ്യാം. ഹെയർ പാക്ക് അപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് സ്കാൽപ്പിലും നമ്മുടെ ഹെയറിലും തിക്കായിട്ട് അപ്ലൈ ചെയ്ത് വെക്കുക കേട്ടോ. ഇതൊരു 10 to 20 മിനിറ്റ്സ് വരെ നമുക്ക് വെക്കാം. തണുപ്പൊന്നും ഒരുപാട് അടിക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഈ പാക്ക് ട്രൈ ചെയ്യേണ്ട കേട്ടോ.
കാരണം കഞ്ഞിവെള്ളവും അതുപോലെ തന്നെ താളിയൊക്കെ ഒരുപാട് തണുപ്പിറങ്ങുന്ന സാധനമാണ്. അപ്പോൾ അതുകൊണ്ട് ട്രൈ ചെയ്യാൻ നിൽക്കണ്ട. അപ്പോൾ മുടി കഴുകിയതിന് ശേഷം ഇങ്ങനെയാണ് ഇരിക്കുന്നത്. പിറ്റേ ദിവസമാകുമ്പോൾ കുറച്ചുകൂടെ രസമാവും കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. താങ്ക്